മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒരു നിശബ്ദതയുടെ ദിനമാണ്, ആഘോഷങ്ങളില്ലാത്ത ദിനം. കാരണം കുരിശിൻ്റെ വേദന അവസാനിച്ചു, എന്നാൽ ഉയർപ്പ് ഇനിയുമായിട്ടില്ല. ഇന്നലെ നാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഈശോയുടെ പ്രിയ ശിഷ്യനോടും കൂടെ കുരിശിന് ചുവട്ടിൽ നിന്നു. ഈശോയുടെ മരണവും വേദനയും കണ്ടു. എല്ലാം പൂർത്തിയായ എന്ന വാക്കുകൾ നാം കേട്ടു. കുരിശിൽ മരണപ്പെട്ട ഈശോ ഇന്ന് കല്ലറയിലാണ്. ലോകത്തിൻ്റെ കാഴ്ചയിൽ എല്ലാം അവസാനിച്ചു. പക്ഷേ അതൊരു അവസാനം ആയിരുന്നില്ല, മറിച്ച് ഒരു ആരംഭമായിരുന്നു. സഭാ പാരമ്പര്യങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഈ ദിവസത്തെക്കുറിച്ചുണ്ട്. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ ഇത് ഒരു വിജയത്തുടക്കമാണ്. ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്നവരെ മോചിപ്പിച്ച് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും മേൽ വിജയക്കൊടി പാറിച്ചതിനെ ഇന്നേ ദിവസം സ്മരിക്കുമ്പോൾ പാശ്ചാത്യ സഭയിൽ ഇത് ഒരു കാത്തിരിപ്പിൻ്റെ ദിനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോയുടെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തുവാൻ വെമ്പൽ കൊള്ളുന്ന പ്രധാന പുരോഹിതന്മാരെയും ഫരിസേയരെയുമാണ്. അവരുടെ ആ നീക്കത്തിന് പിന്നിൽ ഒരു ആകുലതയുണ്ട്. അത് അവർ തന്നെ പീലാത്തോസിനോട് പറയുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, മിശിഹായെ കുരിശിൽ തറച്ചവർ പോലും മിശിഹായുടെ കല്ലറയ്ക്കപ്പുറം ഒരു സാധ്യത കാണുമ്പോൾ എപ്രകാരമാണ് ഞാൻ എൻ്റെ ഈശോയുടെ കല്ലറയെ സമീപിക്കുന്നത്? സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ മഗ്ദല മറിയം സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആര് കല്ല് മാറ്റുമെന്ന ആശങ്ക അവൾക്കില്ല. അവരാണ് കല്ലറകൾക്കപ്പുറം ദൈവം നൽകുന്ന ഉറപ്പിൽ സഞ്ചരിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദുഃഖശനി അനുഭവം പലപ്പോഴും കടന്നു വന്നിട്ടുണ്ടാകും. നാം പ്രാർത്ഥിക്കുന്നു, പക്ഷെ മറുപടിയില്ല. നാം കാത്തിരിക്കുന്നു, പക്ഷെ മാറ്റമില്ല. നാം വിശ്വസിക്കുന്നു, പക്ഷേ ഇരുട്ട് മാറുന്നില്ല. നമുക്കും കല്ലറകൾക്കപ്പുറം ദൈവം നൽകുന്ന ഉറപ്പിൽ സഞ്ചരിക്കാം. സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയ്ക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് നിശബ്ദതയുടെ 27 വർഷമാണ്. അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖശനി. പക്ഷേ അതിനുശേഷം അദ്ദേഹം പുറത്തു വരുന്നത് രാജ്യത്തിൻ്റെ നേതാവായാണ്. ഒരു മെക്സിക്കൻ ചൊല്ലുണ്ട്, വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ അവർ അറിഞ്ഞില്ല ഞങ്ങൾ വിത്തുകളായിരുന്നുവെന്ന്. ഈശോയെ പീഡിപ്പിച്ചവർ ചിന്തിച്ചതിലും അപ്പുറം അനേകരിലേക്ക് അവൻ കത്തിപ്പടരുകയായിരുന്നു. അനേകർക്ക് മിശിഹ മോചനദ്രവ്യമായി മാറുകയായിരുന്നു. അടഞ്ഞ കല്ലറ വലിയ ഒരു സാധ്യത, പ്രത്യാശ പ്രദാനം ചെയ്യുന്നുണ്ട്. കല്ലറ അടഞ്ഞിരിക്കുമ്പോഴും പുനരുദ്ധാനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ വലിയ ശനി അത് പ്രാർത്ഥനയുടെ ദിവസമാണ്, പ്രതീക്ഷയുടെ ദിനമാണ്. തത്വശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ഒരു ആശയമാണ് വിൽ ടു മീനിങ്. അതായത് വേദനകൾക്ക് ഒരു അർത്ഥമുണ്ടെങ്കിൽ മനുഷ്യന് അതിനെ സഹിക്കുവാനുള്ള ശക്തി ലഭിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദുഃഖശനി നമ്മോട് ചോദിക്കുന്നു, നിന്റെ വേദനകൾക്ക് നീ എന്ത് അർത്ഥം കൊടുക്കുന്നു? നമ്മൾ നമ്മുടെ കുരിശുകൾക്ക് അർത്ഥം കണ്ടെത്തുമ്പോൾ നമ്മുടെ ശനികൾ പ്രതീക്ഷകളായി മാറും, ദൈവപരിപാലനയുടെ ദിനങ്ങളായി മാറും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിലുള്ള കല്ലറകൾ എത്ര ആഴമുള്ളതായാലും, ദുഃഖം എത്ര വലുതായാലും, ഈശോ ഇന്നേ ദിവസം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. പുത്തൻ തിരിയും പുത്തൻ വെള്ളവും കൈലേന്തി പ്രതീക്ഷയോടെ നമുക്കും ദുഃഖത്തിൻ്റെ, വേദനയുടെ, നിരാശയുടെ, ഏകാന്തതയുടെ, പാപത്തിൻ്റെ കല്ലറകളെ അതിജീവിക്കാം. മിശിഹ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.